അവൾ അങ്ങനെ വണ്ടി വിട്ട് പോകുന്നില്ലെങ്കിലോ അവള് വരും നമ്മുടെ പിന്നാലെ മണത്തു വരും. എടാ ഇന്ന് അവള് നമ്മളെ കൊച്ചാക്കിയിട്ട് പോയി. തോമസ് ഊട്ടി പറഞ്ഞതുപോലെ നമ്മൾ ആകെ നാറി. അതിന് അവിടെ വെച്ച് നമ്മൾ വിളിച്ചു കൂവിട്ട് കാര്യമൊന്നുമില്ല, വീണ്ടും നാറത്തേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ കളിക്കേണ്ടത്. ആ കളിയിൽ അവൾ നമ്മുടെ മുമ്പിൽ തോറ്റു മുട്ടുകുത്തണം. മതി, ഇപ്പൊ നാണം കേട്ട നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി അവളെ മുട്ടുകുത്തിച്ച് വരുമ്പോ ചിലപ്പോ നാട് മുഴുവൻ നാറും. അത് തന്നെയല്ല, നമ്മൾ മുട്ടുകുത്തിക്കാൻ ചെല്ലുമ്പോഴേക്കും അവളിങ്ങനെ മുട്ടുകുത്താൻ നിൽക്കല്ലേ. മുട്ടുകുത്തും, ഏത് കൊമ്പനാനെയും മുട്ടുകുത്തും. ആദ്യമൊക്കെ ഒന്ന് ഇടഞ്ഞു നിൽക്കും, പിന്നെ പിന്നെ പതുക്കെ ഇണങ്ങും. അവസാനം നമ്മൾ പറയുന്നിടത്ത് അവൾ മുട്ടുകുത്തി വീഴും. അപ്പൊ നമ്മൾ പറയും, എടി പുല്ലേ, ആണുങ്ങളോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും, എഴുന്നേറ്റ് പോടി ശവമേന്ന്. അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? അത് ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി, പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി. എന്താ ശരിയല്ലേ? എടാ